ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ വർഷവും ജനുവരി 1-ാം തീയതി ഓരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലേ? പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയപടിയാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാജിക് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സംഭവിക്കാത്തത്? ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ ജീവിച്ചു തീർത്ത അതേ ജീവിതം തന്നെ ഇനിയുള്ള കാലവും തുടരാനാണോ നിങ്ങളുടെ തീരുമാനം? എന്നും കാണുന്ന അതേ തരം ആളുകൾ, അതേ ബുദ്ധിമുട്ടുകൾ, മാറ്റിമറിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും എങ്ങനെ തുടങ്ങണമെന്നറിയാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങിപ്പോയ ആ വലിയ സ്വപ്നങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ തന്നെ മതിയോ? എനിക്കറിയാം നിങ്ങളുടെ ഉത്തരം അല്ല എന്നായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, നിങ്ങൾ ഇതിലും വലിയ എന്തോ ഒന്നിലേക്ക് എത്താൻ നിയോഗിക്കപ്പെട്ടവരാണെന്ന്. ജീവിതം ഈ കാണുന്നതിനേക്കാൾ മനോഹരമാണെന്ന് നിങ്ങൾക്കറിയാം. 2026 എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പവർഫുൾ ആയ വർഷമാക്കാം? ഇത് കേവലം ഒരു മോട്ടിവേഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് നിങ്ങളുടെ ജീവിതം റീപ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഗൈഡായിട്ട് കണ്ടാൽ മതി. നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നുവോ അതിന്റെ പ്രതിഫലനമാണ് പുറം ലോകത്ത് നാം കാണുന്നത്. ഈ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നത് ഫ്രീക്വൻസികളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഫ്രീക്വൻസിയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണ് ഫ്രീക്വൻസി എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും തന്മാത്രകളും ഒരു നിശ്ചിത വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എപ്പോഴും എനിക്ക് പണമില്ല, എനിക്ക് സങ്കടമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഫ്രീക്വൻസി എപ്പോഴും ലോ ആയിരിക്കും. അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ മാത്രമേ നൽകൂ. എന്നാൽ എനിക്ക് മാറ്റം വേണം, ഞാൻ അതിന് തയ്യാറാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി മാറും. നിങ്ങളെ തേടി നല്ല അവസരങ്ങൾ വരാൻ തുടങ്ങും. ഇതിനെയാണ് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട പണം, ജോലി, ലൈഫ് സ്റ്റൈല്, ഇതിനെല്ലാം ഓരോ ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ ഐഡന്റിറ്റി മാറുന്നതിനനുസരിച്ച് ഈ ഫ്രീക്വൻസി മാറും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? മാറ്റം തുടങ്ങേണ്ടത് ഉള്ളിൽ നിന്നാണ്. പലരും വിചാരിക്കുന്നത് ഒരു ലോട്ടറി അടിച്ചാൽ അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയാൽ എല്ലാ സങ്കടവും മാറുമെന്നാണ്. പക്ഷേ സത്യം അതല്ല. നിങ്ങളുടെ ഉള്ളിലെ ചിന്താഗതി മാറാതെ പുറമേ ഉള്ള ഒന്നും മാറില്ല. നിങ്ങളുടെ ഐഡന്റിറ്റി രൂപപ്പെടുന്നത് പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ്. 1, നിങ്ങളുടെ പെരുമാറ്റം. 2, നിങ്ങളുടെ വിശ്വാസങ്ങൾ. 3, നിങ്ങളുടെ ചിന്താഗതികൾ. 4, സ്വയം എങ്ങനെ നിങ്ങൾ കാണുന്നു എന്നത്. 5, നിങ്ങളുടെ ഇമോഷൻസ്, അതായത് വികാരങ്ങൾ. ഇത് 5ഉം കൂടി ചേരുന്ന ഇടത്താണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. ഇനി ഒരു ബ്രേക്കപ്പ് വരാനോ വലിയൊരു കഷ്ടപ്പാട് വരാനോ കാത്തിരിക്കരുത് സ്വയം മാറാൻ. മാറ്റം ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ തുടങ്ങണം. അതായത് പണം ഉണ്ടാക്കാൻ പ്രയാസമാണ്, എല്ലാവരും ചതിക്കുന്നവരാണ്, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഫ്രീക്വൻസിയെ താഴ്ത്തിക്കളയും. അപ്പോൾ അതേപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെ മാത്രമേ നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയൂ. ഈ അവസ്ഥ മാറ്റണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ മാറ്റി എഴുതണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് പറയട്ടെ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? പലരോടും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്കൊരു നല്ല ജോലി വേണം, അല്ലെങ്കിൽ ധാരാളം പണം വേണം. പക്ഷേ അതിനപ്പുറം എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല. ശരി, നമുക്ക് ഇതിനെ ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ചാലോ? നിങ്ങൾക്ക് എന്തിനാണ് ആ ജോലി? പണത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ആ പണം തരുന്ന സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ആ പണം ഉണ്ടെങ്കിൽ കടം വീട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ പുതിയ ഷെഡ്യൂൾ വേണമെന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് പണത്തിനെ അല്ല, മറിച്ച് ആ ഇമോഷൻസിനെ, ആ ഒരു വികാരങ്ങളെയാണ്. ആ പണം വന്നാൽ നിങ്ങൾ എത്ര സന്തോഷിക്കുമോ ആ സന്തോഷം ഇപ്പോഴേ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, നടക്കാൻ പ്രയാസമാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് മാജിക്. ഉള്ളിലില്ലാത്ത ഒന്നിനെ പുറത്തു കൊണ്ടുവരാൻ പ്രപഞ്ചത്തിന് കഴിയില്ല. ആ പുതിയ ജോലി ലഭിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാകുക? അതിപ്പോഴേ അനുഭവിച്ചു തുടങ്ങുക എന്നതാണ്. ജോലി കിട്ടാതെ ഞാൻ എങ്ങനെ സന്തോഷിക്കും എന്ന് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചേക്കാം. ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിലവിൽ എന്തിലൊക്കെ നിങ്ങൾക്കിപ്പോൾ നിയന്ത്രണമുണ്ട്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ സംസാരം, ഇല്ലേ? ഇനി നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഒന്ന് എഴുതി നോക്കൂ. ഇതെഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ മാറി തുടങ്ങും. നിങ്ങൾ ഒരു അഭാവത്തിൽ നിന്നല്ല, മറിച്ച് സമൃദ്ധിയിൽ നിന്നാണ് ചിന്തിക്കുന്നതെന്ന്
മനസ്സിന് തോന്നി തുടങ്ങും. ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം ലഭിക്കൂ. ഇനി 4ാമത്തെ കാര്യം, ജീവിതത്തിൽ ഫിൽട്ടർ സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ വീട്ടിൽ വെള്ളം ശുദ്ധീകരിക്കാൻ ഫിൽട്ടർ വെക്കാറില്ലേ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഫിൽട്ടർ വേണം. നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ എപ്പോഴും പരാതി പറയുന്നവരാണോ? എങ്കിൽ അവർ നിങ്ങളുടെ ഫ്രീക്വൻസി കുറയ്ക്കും. നിങ്ങൾ കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ആ വ്യക്തി അല്ലെങ്കിൽ ആ ശീലം എന്നെ വളരാൻ സഹായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനോട് നോ പറയാൻ പഠിക്കണം. നിങ്ങളുടെ എനർജി വളരെ വിലപ്പെട്ടതാണ്. അത് വെറുതെ കളയാനുള്ളതല്ല. ഒരു വർഷം കൂടി ഇതേ അവസ്ഥയിൽ തുടരുന്നതിൻ്റെ നഷ്ടം എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചിന്തയാണ് നിങ്ങളുടെ ഇന്ധനം. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് തിരിച്ചറിവിനെ കുറിച്ചാണ്, അവെയർനെസ്. എപ്പോഴും ഉണർവോടെ ഇരിക്കുക. ചിലപ്പോൾ പഴയ ശീലങ്ങൾ നിങ്ങളെ പുറകോട്ട് വലിച്ചേക്കാം. ബിസിനസ്സിൽ എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ എനിക്കിതിന് യോഗ്യതയുണ്ടോ എന്നൊരു ചെറിയ സംശയം ഉള്ളിൽ വന്നാൽ നിങ്ങളുടെ ഫ്രീക്വൻസി തടസ്സപ്പെടും. മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് നമ്മുടെ യാത്രയാണ്. ചിലപ്പോൾ പഴയ ശീലങ്ങൾ നിങ്ങളെ പുറകോട്ട് വിളിക്കും. ഇതൊന്നും നടക്കില്ല, പഴയ പോലെ ഇരുന്നാൽ മതി എന്ന് മനസ്സ് പറയും. അവിടെയാണ് നിങ്ങളുടെ അറിവ്, അതായത് തിരിച്ചറിവ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും നിങ്ങളുടെ വികാരങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് അലൈൻമെന്റ് ഉണ്ടാകുന്നത്. 2026 നിങ്ങളുടെ വർഷമാണ്. ഒരു പ്രശ്നം വന്നിട്ട് മാറാം എന്ന് വിചാരിക്കരുത്. നിങ്ങളൊരു പർവ്വതമല്ല കേട്ടോ. നിങ്ങൾക്ക് ചലിക്കാൻ സാധിക്കും, മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്